ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ സിലബസ് അനാലിസിസുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ സിലബസ് കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്യാം. നോക്കി, അപ്പൊ യൂണിറ്റ് 1 പറയുന്നത് എന്താണ്? ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് ആണ്. എത്ര മാർക്കിനാണെന്ന് നോക്കിയേ. എത്ര മാർക്കിനാണ്? 10 മാർക്കിനാണ് അല്ലെ. ശ്രദ്ധിച്ചേ, 10 മാർക്കിനാണ് യൂണിറ്റ് 1 നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നത്. എന്തൊക്കെയാണ്? പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്, അതുപോലെ തന്നെ ഡെൻസിറ്റി, സ്പെസിഫിക് വെയിറ്റ്, സ്പെസിഫിക് വോളിയം, ഗ്രാവിറ്റി, അതുപോലെ തന്നെ നോച്ചസ് ആൻഡ് വെഞ്ചർ മീറ്റർ, ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ സ്റ്റഡി, സ്റ്റഡി ഫ്ലോ, അൺസ്റ്റഡി ഫ്ലോ, യൂണിഫോം ഫ്ലോ, അങ്ങനെ തുടങ്ങിയ കുറെ അധികം ടോപ്പിക്സ് ആണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസിന്റെ അകത്ത് വരുന്നത്. ഇത്രയും ടോപ്പിക്സ് നമുക്ക് എന്ത് ചെയ്യണം? കവർ ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലെ. ഇനി നമുക്ക് നോക്കി, അടുത്ത ടോപ്പിക്ക് ശ്രദ്ധിക്കുക. യൂണിറ്റ് 2. യൂണിറ്റ് 2 എന്താണ് പറയുന്നത്? തെർമൽ എഞ്ചിനീയറിംഗ് ആണ് പറയുന്നത് അല്ലെ. എന്താണ്? തെർമൽ എഞ്ചിനീയറിംഗ് ആണ് പറയുന്നത്. അപ്പൊ തെർമൽ എഞ്ചിനീയറിംഗും അതും എത്ര മാർക്കിന് തന്നെയാണ്? 10 മാർക്കിനാണ് തെർമൽ എഞ്ചിനീയറിംഗിൽ നിന്നുള്ള ചോദ്യം വരുന്നത്. അതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് വരുന്നത്? ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്, 0th ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ തുടങ്ങിയ ലോസ് വരുന്നുണ്ട്. എയർ സൈക്കിൾസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡീസൽ സൈക്കിൾ വരുന്നുണ്ട്. പെട്രോൾ ഡീസൽ എഞ്ചിൻ വരുന്നുണ്ട്. ബോത്ത് 2 സ്ട്രോക്ക് ആൻഡ് 4 സ്ട്രോക്ക്. അതിന്റെ വർക്കിംഗ്, PV ഡയഗ്രാംസ്, വാൾവ് ടൈമിംഗ് ഡയഗ്രാംസ് തുടങ്ങിയ ടോപ്പിക്സ് ആണ് എന്തിൽ നിന്ന് വരുന്നത്? തെർമൽ എഞ്ചിനീയറിംഗിൽ നിന്നും വരുന്നത് അല്ലെ. എന്തിൽ നിന്ന് വരുന്നത്? തെർമൽ എഞ്ചിനീയറിംഗ്. ഇപ്പൊ എത്ര മാർക്കായി? 20 മാർക്കായി അല്ലെ. നേരത്തെ യൂണിറ്റ് 1 നിന്നും 10 മാർക്ക്, യൂണിറ്റ് 2 നിന്നും 10 മാർക്ക്. അപ്പൊ 20 മാർക്കിന്റെ ടോപ്പിക്ക് ആയിട്ടുണ്ട് അല്ലെ. അടുത്ത ടോപ്പിക്ക് നോക്കാം. അടുത്തത് യൂണിറ്റ് 3 ആണ്. യൂണിറ്റ് 3 നോക്കാം. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്. അതും എത്ര മാർക്കിന് തന്നെയാണ്? 10 മാർക്കിനാണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നത്. അത് എന്തൊക്കെയാണ്? ടൈപ്സ് ഓഫ് സ്ട്രെസ്സസ് ആൻഡ് സ്ട്രെയിൻസ്, ടെൻസൈൽ ആൻഡ് കോംപ്രസീവ്, ലോങ്റ്റ്യൂഡിനൽ സ്ട്രെസ് ആൻഡ് ലാറ്ററൽ സ്ട്രെയിന് തുടങ്ങിയ ടോപ്പിക്കാണ് എന്താണ്? സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ നിന്നും വരുന്നത് അല്ലെ. അതുപോലെ തന്നെ ഫ്രിക്ഷൻ വരുന്നുണ്ട്, ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ വരുന്നുണ്ട്, ലോസ് ഓഫ് ഫ്രിക്ഷൻ വരുന്നുണ്ട്, സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ട്, മൊമെന്റ് ഓഫ് ഇന്റീരിയർ ഉണ്ട്, അതുപോലെ തന്നെ ഷിയർ ഫോഴ്സ് ഉണ്ട് തുടങ്ങിയ ടോപ്പിക്കുകളാണ് ഇതിൽ നിന്നും വരുന്നത്? സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ നിന്നും വരുന്നത്. ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ 30 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്ന ടോപ്പിക്കുകൾ നമ്മൾ പറഞ്ഞു അല്ലെ. 3 യൂണിറ്റിലായിട്ട് 30 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത് അല്ലെ. അടുത്ത ടോപ്പിക്ക് നോക്കാം. യൂണിറ്റ് 4. യൂണിറ്റ് 4 എന്താണ്? മെഷീൻ എലമെന്റ്സ്, മെറ്റീരിയൽസ് ആൻഡ് ബോയിലേഴ്സ്. കണ്ടോ? അതും എത്ര മാർക്കിന് തന്നെയാണ്? 10 മാർക്കിനാണ് അതും വരുന്നത് അല്ലെ. അപ്പോൾ എത്രയായി? 40 മാർക്കിന്റെ ടോപ്പിക് ആയിട്ടുണ്ട് അല്ലെ. നോക്കിയേ, മെഷീൻ എലമെന്റ്സും മെറ്റീരിയൽസും ബോയിലേഴ്സും അല്ലെ. ബിയറിങ്സ്, ഫങ്ഷൻ, ടൈപ്സ് ഓഫ് ബിയറിങ്സ്, അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് ഗവർണർ, ടൈപ്സ് ഓഫ് ഗവർണേഴ്സ്, ടേംസ്, അതുപോലെ തന്നെ ഗിയർ, ബോയിലേഴ്സിന്റെ ടൈപ്പ്, മെറ്റീരിയൽസിന്റെ ടൈപ്സ്, അതുപോലെ തന്നെ ബോയിലർ ആക്സസറീസ്, ബോയിലർ മൗണ്ടിങ്സ്, സ്റ്റീം എഞ്ചിന്, പാർട്സ്, വർക്കിംഗ് തുടങ്ങിയ ടോപ്പിക്കുകളാണ് കൃത്യമായിട്ട് മെഷീൻ എലമെന്റ്സ്, മെറ്റീരിയൽസ് ആൻഡ് ബോയിലേഴ്സിൽ നിന്നും വരുന്നത്. അടുത്ത ടോപ്പിക്ക് നോക്കാം. മൊഡ്യൂൾ 5. മൊഡ്യൂൾ 5 എന്താണ്? കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ഓഫ് എഞ്ചിൻ ആൻഡ് റിലേറ്റഡ് സിസ്റ്റംസ് ആണ് മൊഡ്യൂൾ 5 വരുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ ടോട്ടൽ 40 മാർക്കിന്റെ ടോപ്പിക്ക്, 4 യൂണിറ്റിലായിട്ടുള്ള 40 മാർക്കിന്റെ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തു. അടുത്ത 5ാമത്തെ മൊഡ്യൂൾ ആണ് അല്ലെ. ഏതാണ്? കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ഓഫ് IC എഞ്ചിൻസ്, സിലിണ്ടർ ബ്ലോക്ക്, സിംഗിൾ സിലിണ്ടർ ആൻഡ് മൾട്ടി സിലിണ്ടർ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ സിലിണ്ടർ ലൈനേഴ്സ്, സിലിണ്ടർ ഹെഡ് മെറ്റീരിയൽസ്, സിലിണ്ടർ ഹെഡ് ഗ്യാസ്കറ്റ് പിസ്റ്റൺസ്, അതുപോലെ തന്നെ കണക്റ്റിംഗ് റോഡ്, ടൈപ്സ് ഓഫ് വാൾവ്സ്, അതുപോലെ തന്നെ സൈഡ് ക്യാം ഷാഫ്റ്റ് ആൻഡ് ഓവർ ക്യാം ഷാഫ്റ്റ്. അങ്ങനെ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഫ്യൂവൽ സിസ്റ്റം, ഡിഫറെന്റ് ഫ്യൂവൽ സിസ്റ്റംസ്, AC, മെക്കാനിക്കൽ പമ്പ്, SU ഇലക്ട്രിക്കൽ പമ്പ്, പെട്രോൾ ഫിൽറ്റേഴ്സ് തുടങ്ങിയ ടോപ്പിക്കുകൾ അടങ്ങുന്നതാണ് 5ാമത്തെ മൊഡ്യൂൾ. ഏതാണ്? കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ഓഫ് എഞ്ചിൻ ആൻഡ് റിലേറ്റഡ് സിസ്റ്റംസ് വരുന്നത് അല്ലെ. അടുത്ത നോക്കിയേ, 6ാമത്തെ മൊഡ്യൂൾ. 6ാമത്തെ മൊഡ്യൂൾ എന്താണ്? ചേസസ് ആണ് പറയുന്നത്. അതും 10 മാർക്കിനാണ് അല്ലെ. അപ്പോൾ ടോട്ടൽ ഇപ്പൊ എത്ര മാർക്കായി? നേരത്തെ 50 മാർക്കിന് നമ്മൾ പറഞ്ഞു, ഇത് 10 മാർക്ക് കൂടെ ആകുമ്പോഴത്തേക്കും
60 മാർക്കിന്റെ ടോപ്പിക് ആവും അല്ലെ. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാട്ടും നമ്മൾ 5 മൊഡ്യൂൾ ഇതുവരെ പറഞ്ഞു, 5 മൊഡ്യൂളിൽ നിന്നും 10 മാർക്കിന് വീതമാണ്. ഇത് 6ാമത്തെ മൊഡ്യൂളാണ്, അതിനും 10 മാർക്ക് തന്നെയാണ് അല്ലെ. ചേസിസ് ആൻഡ് ഫ്രെയിം, ചേസിസ് കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ്, ടൈപ്സ് ഓഫ് ഫ്രെയിം, ഫ്രെയിം സെക്ഷൻസ്, ബമ്പേഴ്സ്, സബ് ഫ്രെയിംസ്, അതുപോലെ തന്നെ ടൈപ്സ്, ഡെഡ് ആൻഡ് ലീവ് ആക്സിൽ, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ, അതുപോലെ തന്നെ സസ്പെൻഷൻ സിസ്റ്റംസ്, സർക്കുലേറ്റിംഗ് ബാള്, റാക്ക് ആൻഡ് പിനിയൻ, അതുപോലെ തന്നെ ബ്രേക്ക് സിസ്റ്റം, ടൈപ്സ് ഓഫ് ബ്രേക്ക്, മെക്കാനിക്കൽ, ഹൈഡ്രോളിക്, അതുപോലെ തന്നെ സെർവോ ബ്രേക്ക്, എയർ ബ്രേക്ക് തുടങ്ങിയ ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് 6ാമത്തെ മൊഡ്യൂൾ വരുന്നത് അല്ലെ. ഇനി 7ാമത്തെ മൊഡ്യൂൾ നോക്കാം നമുക്ക്. 7ാമത്തെ മൊഡ്യൂളാണ് എന്താ, ട്രാൻസ്മിഷൻ സിസ്റ്റം ആൻഡ് ഇലക്ട്രിക്കൽ സിസ്റ്റം. അതും 10 മാർക്കിനാണ് അല്ലെ. അപ്പൊ ടോട്ടൽ എത്ര മാർക്കായി? 70 മാർക്ക് അല്ലെ. ഏതൊക്കെയാണ്? ട്രാൻസ്മിഷൻ സിസ്റ്റം ആൻഡ് ഇലക്ട്രിക്കൽ സിസ്റ്റം ആണ് 7ാമത്തെ മൊഡ്യൂളിൽ നിന്നും വരുന്നത്. അതിൻ്റെ അകത്ത് വരുന്ന ടോപ്പിക്ക് നോക്കി ഏതൊക്കെയാണ് കൃത്യമായിട്ട് നമുക്ക് നോക്കാം, ശ്രദ്ധിച്ചേ. അതിൻ്റെ അകത്ത് വരുന്ന ടോപ്പിക്കാണ് ഇതെല്ലാം. ഏതൊക്കെയാണ് ശ്രദ്ധിക്കുക. ട്രാൻസ്മിഷൻ സിസ്റ്റം, പ്രിൻസിപ്പിൾ ഓഫ് ഫ്രിക്ഷൻ ക്ലച്ചസ്, കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ഓഫ് വർക്കിംഗ് സ്ലൈഡിംഗ് മെക്ക്, അതുപോലെ തന്നെ ഗിയർ ബോക്സ്, പ്രോഗ്രസീവ് ടൈപ്പ് ഓഫ് ഗിയർ ബോക്സ്, എപ്പിസൈക്ലിക് ഗിയർ ബോക്സ്, ചെയിൻ ഡ്രൈവ്, ഗിയർ ഡ്രൈവ് തുടങ്ങിയ ടോപ്പിക്ക്, പ്രൊപ്പലർ, ഷാഫ്റ്റ് ആൻഡ് യൂണിവേഴ്സൽ ജോയിന്റ്, അതുപോലെ തന്നെ വീൽ ഡ്രൈവ്, ഡിഫറൻഷ്യൽ മെക്കാനിസം, റിയർ ആക്സില്, ടൈപ്സ് തുടങ്ങിയ ടോപ്പിക് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 7ാമത്തെ മൊഡ്യൂളും വരുന്നത്. അപ്പൊ ടോട്ടൽ 70 മാർക്കിന്റെ ചോദ്യങ്ങളായിട്ടുണ്ട്. പിന്നെ വീൽസ് വരുന്നുണ്ട്, സ്പോക്കഡ് വീൽസ്, ഡിസ്ക് വീല്, അലോയ് കാസ്റ്റ് വീല് തുടങ്ങിയ വീൽ ടൈപ്സ് ഓഫ് വീൽസ് വരുന്നുണ്ട്, ഇലക്ട്രിക്കൽ സിസ്റ്റംസ് വരുന്നുണ്ട്, കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ഓഫ് ഓട്ടോമൊബൈൽ ഡൈനാമോ വരുന്നുണ്ട് തുടങ്ങിയ ടോപ്പിക്കുകളാണ് 7ാമത്തെ മൊഡ്യൂളിൽ നിന്നും വരുന്നത് അല്ലെ. അടുത്ത 8ാമത്തെ മൊഡ്യൂളാണ്. 8ാമത്തെ മൊഡ്യൂൾ എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ് ആൻഡ് മോഡേൺ ടെക്നോളജീസ് ഇൻ ഓട്ടോമൊബൈൽസ് ആണ്. അതും 10 മാർക്കിനാണ് അല്ലെ. അപ്പോൾ ടോട്ടൽ എത്ര മാർക്കായി? 80 മാർക്കായിട്ടുണ്ട് അല്ലെ. എത്ര മാർക്കായിട്ടുണ്ട്? 80 മാർക്സ് ആയിട്ടുണ്ട്. മനസ്സിലായല്ലോ. നോക്കി അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ്? ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ്, അതിന്റെ ഫീച്ചേഴ്സ്, ആക്ട്, അതുപോലെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞാൽ എന്താ, രജിസ്ട്രേഷൻ ഓഫ് വെഹിക്കിൾസ്, ഡ്യൂട്ടീസ് ഓഫ് ഡ്രൈവേഴ്സ് ആൻഡ് കണ്ടക്ടേഴ്സ്, ട്രാഫിക് സയൻസ്, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിസീസ്, സൂപ്പർ എലവേഷൻ, സൈറ്റ് ഡിസ്റ്റൻസ്, ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റംസ് ഇൻ പെട്രോൾ ആൻഡ് ഡീസൽ എഞ്ചിൻസ്, ഡീസൽ ഫ്യൂവൽ സിസ്റ്റംസ്, ECM തുടങ്ങിയ ടോപ്പിക്കുകളാണ് 8ാമത്തെ മൊഡ്യൂളിൽ നിന്നും വരുന്നത്. അപ്പോൾ ടോട്ടൽ 80 മാർക്ക്. ഇനി 20 മാർക്കാണ് ഉള്ളത് അല്ലെ. അപ്പൊ 80 മാർക്കിന്റെ മൊഡ്യൂൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ ടോപ്പിക് ബേസ്ഡ് ഓൺ ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. അത് 10 മാർക്കിനാണ് വരുന്നത് അല്ലെ. അപ്പോൾ എത്രയായി? 90 മാർക്കായി. ആ 10 മാർക്കിന്റെ ടോപ്പിക് സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? മോട്ടോർ വെഹിക്കിൾസ് ഡ്രൈവിംഗ് റെഗുലേഷൻസ് 2017 അതിൽ നിന്നും 5 മാർക്കിനും, അതുപോലെ തന്നെ ചാപ്റ്റർ ഓഫ് ദ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 ലൈസൻസിങ് ഓഫ് ഡ്രൈവേഴ്സ് ഓഫ് മോട്ടോർ വെഹിക്കിൾ കണ്ടോ, ഡ്രൈവേഴ്സ് ഓഫ് മോട്ടോർ വെഹിക്കിൾ. അപ്പോൾ എന്താ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവേഴ്സിന് ലൈസൻസ് കൊടുക്കുന്നതിന്റെ ആക്ടിനെ കുറിച്ച് അതും 5 മാർക്കിനാണ് കണ്ടോ. 5 5 10 അങ്ങനെയാണ് 10 മാർക്ക് വന്നിരിക്കുന്നത്. അപ്പൊ 90 മാർക്കായിട്ടുണ്ട്. അടുത്ത എന്താണ്? ജോബ് റിലേറ്റഡ് ടോപ്പിക് ആണ്. അടുത്ത വരുന്ന ജോബ് റിലേറ്റഡ് ടോപ്പിക് ആണ്. അതും എത്ര മാർക്ക് തന്നെയാണ്? 10 മാർക്കിനാണ്. ഇപ്പോൾ ടോട്ടൽ എത്രയായി? 100 മാർക്കിന്റെ ടോപ്പിക് ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ്? ദ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് 1988 മോട്ടോർ വെഹിക്കിൾ ആക്ട്, അതിൽ നിന്നും 7 മാർക്കിന്റെ ചോദ്യമായിരിക്കും ഉണ്ടായിരിക്കുന്നത് കണ്ടോ. 10 മാർക്കിൽ 7 മാർക്കിന്റെ ചോദ്യം മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ നിന്നായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി അടുത്ത 3 മാർക്ക് ബാലൻസ്. ഇപ്പൊ 97 മാർക്കായിട്ടുണ്ട് അല്ലെ. 97 മാർക്കിൽ 3 മാർക്ക് വരുന്നത് നോക്കി ഏതാണ്ട ദ കേരള മോട്ടോർ വെഹിക്കിൾസ് ടാക്സേഷൻ ആക്ട് 1976 അതിലാ 3 മാർക്കിന്റെ ചോദ്യം വരുന്നത്. അപ്പൊ കറക്റ്റ് 100 മാർക്കായിട്ടുണ്ട് അല്ലെ. കൃത്യമായിട്ട് 8 മൊഡ്യൂളിൽ നിന്നും 10 മാർക്കിന് വീതവും പിന്നെ 2 ഹോട്ട് ടോപ്പിക്ക് വരുന്നുണ്ട് അല്ലെ. ആക്ട് ആണ് വരുന്നത്. ആക്ടിൽ നിന്നും ഇതുപോലെ 20 മാർക്കിന്റെ ചോദ്യം വരുന്നുണ്ട് അല്ലെ. കൃത്യമായിട്ട് പഠിക്കുക, സിലബസ് അനുസരിച്ച് പഠിക്കുക. നമ്മൾ സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ ഇനിയും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ ഏറ്റവും പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ബൈ.